കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ. അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് മുഹമ്മദ് ഖാസിം പറയുന്നു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് സമ്മതിച്ച പ്രതികളെ സാക്ഷികളാക്കി. മതസ്പർദ്ധ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ കാഫിർ വിവാദത്തിൽ, വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ ആരോപണവുമായി ഹർജിക്കാരൻ രംഗത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് തന്നെയാണ് ഹർജിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഖാസിം പോലീസിനെതിരെയുള്ള ആരോപണം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ആളുകളെയൊക്കെ തന്നെ പ്രതികളെ സാക്ഷികളാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ കുറ്റക്കാർക്കെതിരെ മതസ്പർദ്ധ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരിയായ ദിശയിൽ ഈ അന്വേഷണം പോകുന്നില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അധിക സത്യവാങ്മൂലത്തിലൂടെ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഒരു അധികമായിട്ടുള്ള അനുബന്ധ റിപ്പോർട്ട് നേരത്തെ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അല്ലെങ്കിൽ കണ്ടെത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ്. പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമയായിട്ടുള്ള വഹാബിന്റെ അടക്കം മൊബൈൽ ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ടുകളാണ്. ആ ഒരു തരത്തിലുള്ള കണ്ടെത്തലുകളായിരുന്നു നേരത്തെ പോലീസ് അനുബന്ധ റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ കണ്ടെത്തലുകൾ റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഈ ഇടത് സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയോ അല്ലെങ്കിൽ അതിന്റെ കുറ്റക്കാരെയോ ഒന്നും തന്നെ പ്രതികളാക്കിക്കൊണ്ട് അവർക്കെതിരെ വ്യാജരേഖ ചമയ്ക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഖാസിം ഒരു അനുബന്ധമായിട്ടുള്ള സത്യവാങ്മൂലം കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലാണ് ഹർജിക്കാരൻ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പുതിയ പരാതി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.